ഹായ് ഫ്രണ്ട്സ്, ഒരുപാട് നാളത്തെ ഇടവേളയ്ക്ക് ശേഷം ഞാൻ ലാലേട്ടൻ്റെ എലോൺ എന്ന മൂവിയുടെ കഥയുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. ഈ മൂവിയുടെ ആദ്യം മുതൽ അവസാനം വരെ കാളിദാസൻ എന്ന മോഹൻലാലിൻ്റെ കഥാപാത്രം മാത്രമാണ് ഉള്ളത്. ഒരു വെറൈറ്റി മൂവിയാണിത്. എനിവേ, നമുക്ക് കഥയിലോട്ട് പോകാം. മൂവിയുടെ സ്റ്റാർട്ടിംഗ് സീനിൽ നമ്മുടെ ഹീറോ ഒരിടത്തേക്ക് പോകുന്നതായി കാണിക്കും. കൊറോണ വർദ്ധിച്ചു നിൽക്കുന്ന സമയമാണ് കാണിക്കുക. കേരളം ലോക്ക്ഡൗണിലായിരുന്ന സമയമാണ് കാണിക്കുന്നത്. കാളിദാസൻ സ്ട്രോബെറീസ് എന്നൊരു ഫ്ലാറ്റിലേക്കാണ് വരുന്നത്. ആ ഫ്ലാറ്റിന് ചുറ്റുമോ റോഡിലോ ഒന്നും തന്നെ ആരെയും കാണാൻ കഴിയില്ല. ഫ്ലാറ്റിനകത്തേക്ക് കാളിദാസൻ വരുമെങ്കിലും അവിടെ ആരെയും കാണാത്തതിനാൽ ഹീറോ ഉടനെ സെക്യൂരിറ്റിക്ക് കോൾ ചെയ്യും. എനിക്ക് കൊറോണയാണ് സാർ വരുന്ന കാര്യം യമുന ഇൻഫോം ചെയ്തിരുന്നു. സോ കീ ഞാൻ ടേബിളിൽ തന്നെ വെച്ചിട്ടുണ്ട്, കീ എടുത്തോളൂ എന്ന് സെക്യൂരിറ്റി കാളിദാസനോട് പറയും. സോ ഹീറോ കീയുമായി ഫ്ലാറ്റിലെത്തും. കാളിദാസൻ വിവാഹം കഴിക്കാൻ പോകുന്നത് യമുനയാണ് കാളിദാസന് ആ ഫ്ലാറ്റ് റെഡിയാക്കി കൊടുക്കുക. ഫ്ലാറ്റിലേക്ക് കാളിദാസൻ എത്തിയ ഉടനെ തന്നെ യമുന കോൾ ചെയ്യും. യമുനയോട് വളരെ ഹാപ്പിയായി കാളിദാസൻ സംസാരിക്കും. കാളിദാസൻ കുളിയൊക്കെ കഴിഞ്ഞ് ഫുഡ് ഓർഡർ ചെയ്തതിനു ശേഷം റെസ്റ്റ് എടുക്കും. പക്ഷെ ആ വീടിനുള്ളിൽ നിന്നും എന്തൊക്കെയോ ശബ്ദങ്ങൾ കാളിദാസൻ കേൾക്കാൻ ഇടയാകും. വളരെ ശ്രദ്ധയോടെ ആ ശബ്ദങ്ങൾ ഹീറോ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോഴേക്കും ആരോ കോളിംഗ് ബെല്ലടിക്കുന്നതിനാൽ ഹീറോ ഡോർ ഓപ്പൺ ചെയ്യും. കാളിദാസൻ ഓർഡർ ചെയ്ത ഫുഡ് ഡോറിന് മുൻപിൽ വെച്ചിട്ട് ഫുഡ് കൊണ്ടുവന്നയാൾ അവിടെ നിന്നും പോയിരിക്കും. ഫുഡ് ഓപ്പൺ ചെയ്ത് കാളിദാസൻ കഴിക്കാൻ തുടങ്ങുമ്പോഴേക്കും വീണ്ടും ആരോ കോളിംഗ് ബെൽ അടിക്കുന്ന ശബ്ദം കേട്ട് ഹീറോ ഡോർ ഓപ്പൺ ചെയ്യുമെങ്കിലും പുറത്ത് ആരെയും കാണില്ല. ആരാണ് കോളിംഗ് ബെൽ അടിച്ചതെന്ന സംശയത്തോടെ ചിന്തിച്ചുകൊണ്ട് ഹീറോ വീണ്ടും റൂമിലേക്ക് വരും. പക്ഷേ കാളിദാസൻ അവിടെ കഴിച്ചുകൊണ്ടിരുന്ന ഫുഡ് ആരോ എടുത്ത് വേസ്റ്റ് ബാസ്ക്കറ്റിലിട്ടിരിക്കുന്നത് കണ്ട് കാളിദാസൻ ഷോക്ക്ഡ് ആകും. ഇതെങ്ങനെ സംഭവിച്ചു എന്നറിയാതെ കാളിദാസൻ ആകെ കൺഫ്യൂസ്ഡ് ആകും. പെട്ടെന്ന് ഒരു അമ്മയും കുഞ്ഞും സംസാരിക്കുന്ന ശബ്ദം ഹീറോ കേൾക്കാൻ തുടങ്ങും. ആ അമ്മ കുഞ്ഞിന് അഡ്വൈസ് നൽകുന്ന രീതിയിലാണ് സംസാരിക്കുക. അതിൽ ആ അമ്മയുടെ പേര് ശ്രീദേവി എന്നും മകളുടെ പേര് അനു എന്നുമായിരുന്നു. ഒരു അമ്മയും മകളും ക്യാഷ്വലായി സംസാരിക്കുന്ന രീതിയിലായിരുന്നു അവരുടെ സംസാരം. ഇതൊക്കെ ആരാണെന്നോ എന്താണ് ഇവിടെ നടക്കുന്നതെന്നോ അറിയാതെ കാളിദാസൻ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോകും. പെട്ടെന്ന് തന്നെ കാളിദാസന്റെ ഫോണിലേക്ക് യമുനയുടെ കോൾ വരും. അവിടുന്ന് നടന്ന കാര്യങ്ങളൊക്കെ കാളിദാസൻ യമുനയോട് പറയാൻ ശ്രമിക്കും. ഈ ഫ്ലാറ്റിൽ ഞാൻ ഒറ്റയ്ക്കല്ല, ഈ ഫ്ലാറ്റിൽ ഒരു അമ്മയും മകളും കൂടി എനിക്ക് ഒപ്പമുണ്ടെന്നും കാളിദാസൻ യമുനയോട് പറയുമെങ്കിലും കാളിദാസൻ പറഞ്ഞതൊന്നും യമുന അത്ര കാര്യമാക്കില്ല. ഒരു തമാശ എന്ന രീതിയിൽ യമുന അതൊക്കെ വിട്ടുകളയും. യമുനയുമായി സംസാരിച്ചതിനു ശേഷം ഫോൺ കട്ട് ചെയ്യുന്ന കാളിദാസന് തൻ്റെ ബെഡിൻ്റെ അടിയിൽ നിന്നും എന്തൊക്കെയോ ശബ്ദങ്ങൾ കേൾക്കുന്നതായി തോന്നുകയും അതെന്താണെന്നറിയാൻ കാളിദാസൻ ചെക്ക് ചെയ്യുകയും ചെയ്യുമ്പോൾ കട്ടിലിനടിയിൽ നിന്നും ഒരു കുട്ടിയുടെ ഡ്രോയിങ് ബുക്ക് കാളിദാസന് ലഭിക്കും. അനു എന്ന ആ കുട്ടിയുടേതാകാം ആ ഡ്രോയിങ് ബുക്ക് എന്ന് ഹീറോ മനസ്സിലാക്കും. തനിക്ക് കൊറോണയോ മറ്റോ ആയതുകൊണ്ടാകാം ഇങ്ങനെയൊക്കെ തോന്നുന്നതെന്നോർത്ത് ഹീറോ തൻ്റെ ഡോക്ടറായ സൂസന് കോൾ ചെയ്യാൻ തുടങ്ങുമ്പോഴേക്കും ഡോക്ടർ കാളിദാസനെ തന്നെ കോൾ ചെയ്യും. സൂസനോടും കാളിദാസൻ നടന്ന കാര്യങ്ങളൊക്കെ പറയും. ഇതൊക്കെ നിന്റെ ഇമാജിനേഷൻ മാത്രമാണെന്നും ലോക്ക്ഡൗൺ ആയതുകൊണ്ട് തന്നെ നിന്നെപ്പോലെ ധാരാളം ആളുകൾ ഒറ്റയ്ക്കാകുകയും അവരിൽ പകുതി പേരും ഡിപ്രഷന് അടിമയായിരിക്കുകയാണെന്നും സൂസൻ കാളിദാസനോട് പറയും. സോ ഈ സാഹചര്യത്തിൽ യോഗ ചെയ്യുന്നത് നിന്റെ മനസ്സിനെ വീണ്ടെടുക്കാൻ സഹായിക്കുമെന്നും സൂസൻ പറയുന്നതിനാൽ കാളിദാസൻ നെക്സ്റ്റ് ഡേ മുതൽ യോഗ ചെയ്യാൻ ആരംഭിക്കും. ഇതിനിടയിൽ കാളിദാസന് മായ എന്നൊരു ലേഡിയുടെ പക്കൽ നിന്നും കോൾ വരും. ഒരു റൗഡിയായിരുന്ന തൻ്റെ ഹസ്ബൻഡിനെ മാറ്റിയത് നിങ്ങളാണ്, പക്ഷെ അദ്ദേഹം വീണ്ടും ഹരീഫായി എന്ന ആ പഴയ റൗഡിയിലേക്ക് പോകുന്നതായി എനിക്ക് തോന്നുന്നു. സോ ഹരിയുമായി സംസാരിച്ച് മോട്ടിവേറ്റ് ചെയ്യണമെന്ന് മായ പറയുന്നതിനാൽ ഫോൺ ഹരിക്ക് കൊടുക്കാൻ കാളിദാസൻ പറയും. ഹരി ഒരു റൗഡി ആയതിനാൽ ഒരു ജയിലിൽ വെച്ചാണ് കാളിദാസനും ഹരിയും മീറ്റ് ചെയ്യുക. കാളിദാസൻ ഒരു മോട്ടിവേഷണൽ സ്പീക്കറാണ്. സോ തൻ്റെ ജോലിയുമായി ബന്ധപ്പെട്ട് കാളിദാസൻ ജയിലിലെത്തുമ്പോഴാണ് ഹരിയെ കാണുന്നതും പരിചയപ്പെടുന്നതും. വക്കീലിൻ്റെ സഹായത്തോടെ ഹരിയെ ജയിലിൽ നിന്ന് പുറത്തിറക്കുന്നതും കാളിദാസനാണ്. ഹരിയെ മോട്ടിവേറ്റ് ചെയ്യുന്നതിനു ശേഷം ഹരിയെ നന്നായി സ്നേഹിക്കണമെന്നും നിന്റെ സ്നേഹത്താൽ മാത്രമേ അവന് നല്ലൊരു മനുഷ്യനായി മാറാൻ കഴിയൂവെന്നും കാളിദാസൻ മായയോടും പറയും. കാളിദാസനോട് ഹരിക്ക് അതുപോലെ കടപ്പാടുള്ളതിനാൽ കാളിദാസൻ പറയുന്നതനുസരിക്കാൻ ഹരിയും തയ്യാറാകും. കോൾ കട്ട് ചെയ്തതിനു ശേഷം വീണ്ടും കാളിദാസൻ ആ ഫ്ലാറ്റിനുള്ളിൽ നിന്നും ശ്രീദേവിയുടെയും മകൾ അനുവിൻ്റെയും ശബ്ദം കേൾക്കാൻ തുടങ്ങും. തെല്ലും ഭയത്തോടെയാണെങ്കിലും ശ്രീദേവിയും മകൾ അനുവും ആരാണെന്നും അവർക്ക് എന്താണ് സംഭവിച്ചതെന്നും കണ്ടെത്തണമെന്ന് കാളിദാസൻ തീരുമാനിക്കും. സോ അടുത്തുള്ള ഒരു ഫ്ലാറ്റിലേക്ക് ചെന്ന് ഹീറോ കോളിംഗ് ബെല്ലടിക്കും. ഈ സമയം സെക്യൂരിറ്റി ഹീറോയ്ക്ക് കോൾ ചെയ്ത് ആരും ഫ്ലാറ്റിന് വെളിയിൽ ഇറങ്ങരുതെന്നും കൊറോണ അധികമായിരിക്കുന്ന സമയമാണെന്നും നിങ്ങൾക്ക് വേണ്ടതൊക്കെ റൂമിൽ എത്തിച്ചോളാമെന്നും പറയും. എൻ്റെ ഫ്ലാറ്റിനടുത്തുള്ള ഈ ഫ്ലാറ്റിൽ ആരുമില്ലേ എന്ന് കാളിദാസൻ സെക്യൂരിറ്റിയോട് ചോദിക്കുമ്പോൾ
അവിടെ നേരത്തെ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫാണ് താമസിച്ചിരുന്നതെന്നും അവർ മരിച്ചുപോയെന്നും സെക്യൂരിറ്റി ഹീറോയോട് പറയും. സെക്യൂരിറ്റിയോട് സംസാരിച്ചതിന് ശേഷം തിരിച്ച് ഫ്ലാറ്റിലെത്തുമ്പോൾ കണ്ണാടിയിൽ ഇത് ഞങ്ങളുടെ വീട് എന്നാരോ എഴുതിയിരിക്കുന്നത് കണ്ട് കാളിദാസൻ ഷോക്ക്ഡാകും. ഇതാരാണ് എഴുതിയിരിക്കുന്നതെന്നോർത്ത് ഹീറോ വളരെ ടെൻസ്ഡ് ആകുകയും ഇവിടെ എന്തോ സംഭവിക്കുന്നുണ്ടെന്ന് ഹീറോ മനസ്സിലാക്കുകയും ചെയ്യും. ഈ കാര്യം കാളിദാസൻ ഉടനെ തന്നെ യമുനയോട് ഫോൺ ചെയ്ത് പറയും. വീണ്ടും കാളിദാസൻ ആ അമ്മയും കുഞ്ഞും സംസാരിക്കുന്നത് കേൾക്കും. അവിടെ ആരെങ്കിലും ഉണ്ടോ എന്നറിയാൻ കാളിദാസൻ അവിടെയെല്ലാം തിരയുമെങ്കിലും അവിടെയെങ്ങും ആരെയും കാണാൻ കാളിദാസന് കഴിയില്ല. ശ്രീദേവി തന്റെ മകളോട് ഏതോ ഒരു വ്യക്തിയെ ഭയപ്പെടണമെന്നും അയാൾ വളരെ മോശപ്പെട്ടയാളാണെന്നും പറയുന്നത് കാളിദാസൻ കേൾക്കും. തനിക്ക് ചുറ്റും നടക്കുന്ന ഈ കാര്യങ്ങളൊക്കെ വളരെ ടെൻഷനോടെ കാളിദാസൻ യമുനയോട് പറയുമെങ്കിലും കാളിദാസൻ പറയുന്നതൊന്നും പൂർണ്ണമായി വിശ്വസിക്കാൻ യമുന തയ്യാറാകില്ല. ചിലപ്പോൾ ഇത് തന്റെയും തോന്നലാകാമെന്ന് കരുതി കാളിദാസൻ തന്റെ ഫ്രണ്ടായ ഒരു ക്യാപ്റ്റനെ വിളിച്ച് തനിക്ക് കുറച്ച് മദ്യം വേണമെന്ന് പറയും. ക്യാപ്റ്റൻ പറഞ്ഞതുപോലെ തന്നെ കാളിദാസൻ ആവശ്യമായ മദ്യം ഫ്ലാറ്റിന് മുമ്പിൽ എത്തിച്ചു കൊടുക്കും. നന്നായി ഡ്രിങ്ക് ചെയ്യുന്ന കാളിദാസൻ കുറച്ചൊക്കെ ധൈര്യം വീണ്ടെടുത്ത് ഇത് ഞങ്ങളുടെ വീടെന്ന് കണ്ണാടിയിൽ എഴുതിയിരുന്നതൊക്കെ വാശിയോടെ മായച്ചു കളയും. അതിനുശേഷം ബോധം കെട്ട് മദ്യലഹരിയിൽ കാളിദാസൻ ഉറങ്ങിപ്പോകും. ആ ആളോട് സംസാരിക്കരുതെന്ന് നിന്നോട് എത്ര തവണ പറഞ്ഞിട്ടുണ്ട്, അയാൾ വളരെ മോശക്കാരനാണ് എന്നൊക്കെ ശ്രീദേവി തന്റെ മകളോട് പറയുന്നത് കേട്ടുകൊണ്ടാണ് കാളിദാസൻ ഉണരുക. ആരെക്കുറിച്ചാണ് ശ്രീദേവിയും മകളും സംസാരിക്കുന്നതെന്ന് ഹീറോയ്ക്ക് മനസ്സിലാകില്ല. പക്ഷെ ഏതോ ഒരു വ്യക്തിയാൽ ശ്രീദേവിക്കും മകൾക്കും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെന്ന് കാളിദാസന് മനസ്സിലാകും. ഇതൊക്കെ ചിന്തിച്ചുകൊണ്ട് ഹീറോ നടന്നു വരുമ്പോഴാണ് കണ്ണാടിയിൽ ഹീറോ മായച്ചു കളഞ്ഞെടുത്ത് വീണ്ടും ഇത് ഞങ്ങളുടെ വീടാണ് എന്ന് എഴുതി വെച്ചിരിക്കുന്നത് ഹീറോ കാണുക. ഇതൊക്കെ കണ്ട് ഹീറോ വളരെ ടെൻസ്ഡായി അതിന്റെ ഫോട്ടോ എടുത്ത് ഹീറോ യമുനയ്ക്ക് അയക്കും. എന്തിനാണ് ബ്ലാങ്ക് മെസ്സേജ് അയച്ചതെന്ന് ചോദിച്ച് യമുന ഉടനെ തന്നെ ഹീറോയെ വിളിക്കും. ഇന്ന് ബ്ലാങ്ക് മെസ്സേജോ എന്ന് ചോദിച്ച് ഹീറോ മെസ്സേജ് നോക്കുമ്പോൾ ഹീറോ അയച്ച ഫോട്ടോ ഒരു ബ്ലാങ്ക് മെസ്സേജ് ആയിട്ടാണ് യമുനയ്ക്ക് സെൻഡ് ആയിരിക്കുന്നത്. ഈ കാര്യങ്ങളൊക്കെ കാളിദാസൻ യമുനയോട് പറയുമ്പോൾ ഇനി അവിടെ നിൽക്കണ്ട, ഇങ്ങോട്ട് തിരിച്ചു പോരൂ എന്ന് യമുന ഹീറോയോട് പറയുമെങ്കിലും ഇല്ല, ഈ അമ്മയ്ക്കും മകൾക്കും എന്ത് സംഭവിച്ചെന്ന് എനിക്ക് കണ്ടെത്തണമെന്ന് കാളിദാസൻ യമുനയോട് പറയും. ഇവിടെയാണ് പടത്തിന്റെ ഇന്റർവെൽ കാണിക്കുക. ഇവിടെ എന്താണ് സംഭവിച്ചതെന്ന് സെക്യൂരിറ്റിയോട് ചോദിക്കാമെന്ന് കരുതി കാളിദാസൻ സെക്യൂരിറ്റിക്ക് കോൾ ചെയ്യും. എനിക്ക് മുൻപ് ഇവിടെ ശ്രീദേവി എന്ന അമ്മയും അനു എന്ന മകളുമാണോ താമസിച്ചിരുന്നതെന്ന് ഹീറോ ചോദിക്കുമ്പോൾ ആയിരുന്നെന്ന് സെക്യൂരിറ്റിയും പറയും. അവർ ഇപ്പോൾ എവിടെയാണെന്ന് ഹീറോ ചോദിക്കുമ്പോൾ അവർ ഇപ്പോൾ എവിടെയാണെന്ന് എനിക്ക് അറിയില്ലെന്നും സെക്യൂരിറ്റി പറയും. അവർ ഇപ്പോൾ ജീവനോടെ ഉണ്ടോ എന്ന് ഹീറോ ചോദിക്കുമ്പോൾ അതൊന്നും തനിക്ക് അറിയില്ലെന്ന് പറഞ്ഞ് സെക്യൂരിറ്റി പെട്ടെന്ന് തന്നെ കോൾ കട്ട് ചെയ്യും. ശ്രീദേവിയുടെ നമ്പർ തനിക്ക് വേണമെന്ന് കാളിദാസൻ സ്ട്രിക്റ്റായി പറയുന്നതിന് സെക്യൂരിറ്റി കാളിദാസന് ശ്രീദേവിയുടെ നമ്പർ കൊടുക്കും. കാളിദാസൻ ഉടനെ തന്നെ ആ നമ്പറിൽ കോൾ ചെയ്യുമെങ്കിലും ആ നമ്പർ നിലവിൽ ഉണ്ടാകില്ല. ശ്രീദേവിക്കും മകൾക്കും എന്ത് പറ്റിയെന്നറിയണമെന്ന് കാളിദാസന് വാശിയാകും. സോ കാളിദാസൻ അയാളുടെ തൊട്ടടുത്തുള്ള ഒരു ഫ്ലാറ്റിൽ ചെന്ന് കോളിംഗ് ബെൽ അടിക്കുമെങ്കിലും കൊറോണയുടെ സമയമായതുകൊണ്ട് ആ ഫ്ലാറ്റിലുള്ള ലേഡി വാതിൽ തുറക്കാതെ അകത്തു നിന്നുകൊണ്ട് തന്നെ കാളിദാസനോട് സംസാരിക്കും. ശ്രീദേവിയെയും മകൾ അനുവിനെയും കുറിച്ച് കാളിദാസൻ ആ ഫ്ലാറ്റിലെ അമ്മയോട് ചോദിക്കും. അവരെക്കുറിച്ച് തനിക്ക് കൂടുതലൊന്നും അറിയില്ലെന്നും 1-2 തവണ കണ്ടിട്ടുണ്ടെന്നും ആ അമ്മ കാളിദാസനോട് പറയും. ഫ്ലാറ്റിൽ തിരിച്ചെത്തുന്ന കാളിദാസൻ സൂസന് കോൾ ചെയ്ത് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയും. ഞാൻ അനുമാനിച്ചതുപോലെ ശ്രീദേവി എന്ന അമ്മയും അനു എന്ന മകളും ആ ഫ്ലാറ്റിൽ താമസിച്ചിരുന്നെന്ന് കൺഫേം ആയെന്ന് ഹീറോ സൂസനോട് പറയും. പക്ഷെ അവർക്ക് എന്ത് സംഭവിച്ചെന്ന് തനിക്കറിയില്ല, പക്ഷെ താനത് കണ്ടെത്തുമെന്നും ഹീറോ സൂസനോട് പറയും. ആ സമയം യമുനയിൽ നിന്നും കോൾ വരുന്നതിനാൽ ഹീറോ യമുനയുടെ കോൾ അറ്റൻഡ് ചെയ്ത് നടന്ന കാര്യങ്ങളൊക്കെ സംസാരിക്കും. നീ എന്തിനാണ് അതിൻ്റെയൊക്കെ പുറകെ പോകുന്നത്, അത് നമ്മളെ ബാധിക്കുന്ന കാര്യമല്ലെന്നും പറഞ്ഞ് യമുന ഹീറോയെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുമെങ്കിലും അവൾ പറയുന്നത് കേൾക്കാൻ ഹീറോ തയ്യാറാകില്ല. പെട്ടെന്ന് വീണ്ടും ശ്രീദേവിയും മകളും സംസാരിക്കുന്ന ശബ്ദം ഹീറോ കേൾക്കാൻ തുടങ്ങും. ശ്രീദേവിയും മകളും റിയലായിരുന്നെന്ന് മനസ്സിലാക്കുന്ന കാളിദാസൻ നേരെ റിസപ്ഷനിലെത്തി അവരുടെ ഡീറ്റെയിൽസ് ഒക്കെ ശേഖരിക്കും. അവിടെ നിന്നും ലഭിക്കുന്ന ശ്രീദേവിയുടെ ആധാർ കാർഡിലെ അഡ്രസ്സിൽ അന്വേഷിക്കണമെന്ന് ഉറപ്പിച്ച് അവിടുത്തെ ലോക്കൽ ഇൻസ്പെക്ടറായ വിനോദിന് അയച്ചു കൊടുക്കും. വിനോദും കാളിദാസന്റെ ഒരു ഫ്രണ്ടാണ്. തനിക്ക് ശ്രീദേവിയുടെ എല്ലാ ഡീറ്റെയിൽസും വേണമെന്ന് കാളിദാസൻ വിനോദിനോട് പറയും. ഇതിനിടയിൽ കാളിദാസന് ശ്രീദേവിയുടെയും മകളുടെയും ശബ്ദം കേൾക്കുന്നുണ്ടായിരുന്നു. അവർ കൂടുതലായി പറയുന്നത് ശ്രീദേവിയെയും മകളെയും നിരന്തരം ശല്യം ചെയ്തുകൊണ്ടിരുന്ന ഒരു സ്ട്രേഞ്ചറിനെ കുറിച്ചായിരുന്നു. അയാൾ ആരാണെന്നും അയാൾ കാരണം ശ്രീദേവിക്കും മകൾക്കും എന്തെങ്കിലും സംഭവിച്ചിരിക്കുമോ എന്നും കാളിദാസൻ ഭയപ്പെടും. ഇതറിയാനായി കാളിദാസൻ സെക്യൂരിറ്റിയുടെ അക്കൗണ്ടിലേക്ക് 10,000 രൂപ അയച്ചു കൊടുത്തതിന് ശേഷം ആരാണ് ശ്രീദേവിയെ ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്ന ആ ആളെന്ന് ചോദിക്കും.
ആദ്യമൊന്നും സെക്യൂരിറ്റി ആ ആളിനെ കുറിച്ച് പറയാൻ ഇൻട്രസ്റ്റ് കാണിക്കില്ലെങ്കിലും പിന്നീട് ആ ആരാളെന്ന് സെക്യൂരിറ്റി കാളിദാസിനോട് പറയും. ആ ഫ്ലാറ്റിലെ കെയർടേക്കർ ആയിരുന്ന തോമസ് എന്ന ആളായിരുന്നു ശ്രീദേവിയെയും മകളെയും ശല്യം ചെയ്തിരുന്ന വ്യക്തി. ഫ്ലാറ്റിലെ ജീവനക്കാരുടെ ലിസ്റ്റിൽ നിന്നും കാളിദാസൻ തോമസ് കുരുവിള എന്ന ആ ആളുടെ നമ്പർ എടുത്ത് കോൾ ചെയ്യും. ശ്രീദേവിയെയും മകളെയും നീയാണ് ശല്യപ്പെടുത്തിയിരുന്നത്, അവരെ എന്തിനാണ് കൊന്നതെന്നും ഹീറോ ചോദിക്കുമ്പോൾ തോമസ് വളരെ ദേഷ്യത്തോടെ ഹീറോയോട് സംസാരിക്കും. എനിക്ക് കോവിഡ് ആയിപ്പോയി, അല്ലെങ്കിൽ നേരിട്ട് വന്ന് ഞാനിതിന് മറുപടി തന്നേനെയെന്നും അയാൾ പറഞ്ഞുകൊണ്ട് കോൾ കട്ട് ചെയ്യും. വിനോദിന്റെ കോൾ വരാനായി ഹീറോ വെയിറ്റ് ചെയ്യുന്നതിനിടയിൽ കറക്റ്റായി വിനോദ് വിളിക്കുകയും ചെയ്യും. ആ അമ്മയും മകളും നല്ല വ്യക്തികളായിരുന്നു. അവരുടെ നാട്ടിൽ കുറച്ച് കടവും കാര്യങ്ങളുമായതിനാലാണ് ആ നാട് ഉപേക്ഷിച്ച് അവർ പോയതെന്നും വിനോദ് പറയും. പിന്നീട് അവർ സ്ട്രോബെറീസ് എന്നൊരു വില്ലേജ് 13-ാം നമ്പർ ഫ്ലാറ്റിലാണ് താമസിച്ചിരുന്നതെന്നും ആ ഫ്ലാറ്റിൽ വെച്ച് തന്നെ ആ അമ്മയും മകളും സൂയിസൈഡ് ചെയ്തെന്നും വിനോദ് പറയും. ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ആണ് അവരുടെ ആത്മഹത്യക്ക് കാരണമെന്നാണ് പോലീസ് റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നതെന്നും വിനോദ് പറയും. അതിനുശേഷം കാളിദാസൻ യമുനയ്ക്ക് കോൾ ചെയ്ത് ശ്രീദേവിയുടെയും മകളുടെയും മരണം ആത്മഹത്യയല്ലെന്നും അവരെ രണ്ടുപേരെയും ആരോ കൊന്നതാണെന്നും പറയും. അതുകൊണ്ട് താൻ അവരുടെ മരണത്തിന്റെ കാരണം എന്ത് കൊന്നാലും അന്വേഷിക്കുക തന്നെ ചെയ്യുമെന്നും പറയും. ശ്രീദേവിയും മകളും ഈ റൂമിൽ വെച്ചല്ലേ ആത്മഹത്യ ചെയ്തതെന്നും പിന്നീട് എന്തിനാണ് നിങ്ങൾ ഇതൊക്കെ മറച്ചു വെക്കുന്നതെന്നും വളരെ ദേഷ്യത്തോടെ കാളിദാസൻ സെക്യൂരിറ്റിയോട് ചോദിക്കുമ്പോൾ 2 മരണങ്ങൾ നടന്നെന്നറിഞ്ഞാൽ പിന്നെ ആരും തന്നെ ഇവിടെ താമസിക്കാൻ തയ്യാറാകില്ല. ഇതാണ് ഞങ്ങളുടെ ബിസിനസ്സും ജോലിയുമെല്ലാം, അതിനാലാണ് ഞങ്ങൾ ഇതൊക്കെ മറച്ചു വെച്ചതെന്നും സെക്യൂരിറ്റി പറയും. നെക്സ്റ്റ് ഡേ ഹീറോ ഹരിക്ക് കോൾ ചെയ്ത് നടന്ന കാര്യങ്ങളൊക്കെ പറയും. വീണ്ടും കാളിദാസൻ അവിടെ ശ്രീദേവിയെയും മകളുടെ ശബ്ദം കേൾക്കാൻ തുടങ്ങും. അവർ രണ്ടുപേരും വളരെ ഭയത്തോടെ ആരെയെക്കുറിച്ച് സംസാരിക്കുന്നത് ഹീറോ കേൾക്കും. ഈ സമയം ശ്രീദേവിയുടെ ഫ്ലാറ്റിൽ വന്ന് ആരോ കോളിംഗ് ബെല്ലടിക്കുകയും ശ്രീദേവി വാതിൽ തുറന്ന് ആ വന്ന വ്യക്തിയുടെ ദേഷ്യത്തോട് സംസാരിക്കുന്നതും ഹീറോ കേൾക്കും. കാളിദാസൻ CCTVയിൽ നിന്നും അവിടെ വന്ന ആ വ്യക്തിയുടെ എന്തെങ്കിലും തെളിവ് കിട്ടുമോ എന്നറിയാൻ CCTV ഫുട്ടേജ് അന്വേഷിക്കാൻ ഫ്ളാറ്റിന്റെ ഓഫീസ് റൂമിലെത്തുമ്പോൾ കാളിദാസന് ആ ബിൽഡിംഗ് സെക്രട്ടറി ആയ കർത്താവ് എന്ന വ്യക്തിയിൽ നിന്നും കോൾ വരും. കാളിദാസൻ CCTV ഫുട്ടേജിനെ കുറിച്ച് കർത്താവിനോട് ചോദിക്കുമ്പോൾ അവിടെ 1 മാസം മുൻപ് മുതലുള്ള ഫുട്ടേജസ് മാത്രമേ ഉള്ളെന്നും താങ്കൾ ശ്രീദേവിയുടെ മരണം നടന്ന സമയത്തെ ഫുട്ടേജസ് ആണ് നോക്കുന്നതെങ്കിൽ അത് ഓൾറെഡി തോമസ് കുരുവിള റിമൂവ് ചെയ്തിരുന്നുവെന്നും കർത്താവ് ഹീറോയോട് പറയും. കാരണം ഈ ഫ്ളാറ്റിലുണ്ടായ മരണങ്ങൾ പുറംലോകം അറിയാതിരിക്കാനും അങ്ങനെ ഈ ഫ്ളാറ്റിന്റെ സെയിൽ വീണ്ടും നടക്കാനുമാണ് തോമസ് ഇങ്ങനെ ചെയ്തതെന്നും കർത്താവ് കാളിദാസനോട് പറയും. ശ്രീദേവിയുടെയും മകൾ അനുവിന്റെയും സംസാരത്തിൽ നിന്നും തോമസ് കുരുവിള തന്നെയാണ് അന്ന് ആ ഫ്ളാറ്റിൽ എത്തിയതെന്ന് ഹീറോയ്ക്ക് മനസ്സിലാകും. തോമസ് കുരുവിള എന്ന കെയർടേക്കറിനോട് ശ്രീദേവി ദേഷ്യപ്പെട്ട് സംസാരിക്കുകയും നിങ്ങൾക്കെതിരെ ഞാൻ പോലീസിൽ കംപ്ലൈന്റ് ചെയ്യുമെന്നും ശ്രീദേവി പറയും. സോ കാളിദാസൻ ഉടനെ വിനോദിന് കോൾ ചെയ്ത് ശ്രീദേവി സ്റ്റേഷനിൽ എന്തെങ്കിലും പരാതി തന്നിരുന്നോ എന്ന് ചെക്ക് ചെയ്യണമെന്ന് പറയും. ചെക്ക് ചെയ്തതിനു ശേഷം ശ്രീദേവി ആർക്കുമെതിരെ കംപ്ലൈന്റ് ഒന്നും തന്നിട്ടില്ലെന്ന് വിനോദ് പറയും. കാളിദാസന്റെ പിറന്നാളിന് പായസമൊക്കെ പ്രിപ്പയർ ചെയ്ത് തൊട്ടടുത്തുള്ള റൂമിലെ അമ്മയ്ക്കും കാളിദാസൻ കൊണ്ടുചെന്ന് കൊടുക്കും. അവർ തമ്മിലുള്ള കാഷ്വൽ ടോക്കിനിടയിൽ കാളിദാസൻ കെയർടേക്കറായ തോമസ് കുരുവിളയെക്കുറിച്ച് ആ അമ്മയോട് അന്വേഷിക്കും. അയാൾ ഒരു പ്രത്യേക തരം വ്യക്തിയാണ്, അയാൾക്ക് ലേഡീസിനോട് കുറച്ച് താല്പര്യം കൂടുതലാണെന്നും അമ്മ ഹീറോയോട് പറയും. തോമസിന് ഈ ഫ്ലാറ്റിൽ ഏതെങ്കിലും ക്ലോസ് ഫ്രണ്ട്സ് ഉണ്ടോ എന്ന് ഹീറോ ചോദിക്കുമ്പോൾ ഷീല എന്നൊരു ലേഡിയുമായി അയാൾക്ക് എന്തൊക്കെയോ ബന്ധമുണ്ടെന്ന് തങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെന്നും ഷീലയുമായിട്ടാണ് തോമസ് വളരെ ക്ലോസ് ആയി സംസാരിക്കുന്നതെന്നും അമ്മ ഹീറോയോട് പറയും. ഹീറോ ഉടനെ തന്നെ ഷീല വർക്കിയുടെ ഫ്ലാറ്റിലെത്തി കോളിംഗ് ബെൽ അടിക്കും. ഷീലയും കോവിഡ് ബാധിച്ചിരിക്കുന്നതിനാൽ അകത്ത് നിന്നുകൊണ്ട് തന്നെ ഹീറോയോട് സംസാരിക്കും. ഹീറോ തോമസിനെ കുറിച്ച് ഷീലയോട് ചോദിക്കുമ്പോൾ അയാളുമായി തനിക്കൊരു ബന്ധവുമില്ലെന്നും അയാളുടെ കാര്യങ്ങളൊന്നും തനിക്കറിയില്ലെന്നും ഷീല വളരെ ദേഷ്യത്തോടെ കാളിദാസനോട് പറയും. ദേവിയുടെയും മകളുടെയും മരണത്തിനും തോമസിനും തമ്മിൽ എന്തോ ബന്ധമുണ്ട്, അത് നിങ്ങൾക്കറിയാമെന്നും എനിക്കറിയാം, അതെന്താണെന്ന് തുറന്നു പറയണമെന്നും ഹീറോ ഷീലയോട് പറയും. അവർ തമ്മിലോ അവരുടെ മരണത്തിലോ തോമസിന് ഒരു കണക്ഷനുമില്ല, ഉണ്ടെങ്കിൽ തന്നെ അതൊന്നും തനിക്ക് അറിയില്ലെന്നും ഇനി ഇതും പറഞ്ഞ് ഇവിടെ വരരുതെന്നും ഷീല ഹീറോയോട് പറയും. പക്ഷെ ഷീലയ്ക്ക് തോമസിനെ കുറിച്ച് എന്തോ ഒരു വലിയ രഹസ്യം അറിയാമെന്ന് കാളിദാസന് മനസ്സിലാക്കും. അതിനുശേഷം റൂമിലെത്തുന്ന കാളിദാസൻ വിനോദിന്റെ കയ്യിൽ നിന്നും ശ്രീദേവിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് മേടിക്കുകയും ഈ റിപ്പോർട്ട് തയ്യാറാക്കിയ സർജനെ കുറിച്ച് അന്വേഷിക്കാനും പറയും. അപ്പോഴാണ് കാളിദാസന് ആ ഫ്ലാറ്റിൽ നിന്നും കിട്ടിയ അനുവിന്റെ പിക്ചർ ബുക്ക് കാണുക. ആ ബുക്ക് തുറന്നു നോക്കുന്ന കാളിദാസന് അതിൽ നിന്നും ഒരു വ്യക്തിയുടെ പേര് ക്ലൂ ആയി കിട്ടും. ആ സമയം ഫ്ലാറ്റിലെ സെക്രട്ടറി ആയ കർത്താവ് കാളിദാസന് കോൾ ചെയ്ത് താഴത്തെ ഫ്ലാറ്റിൽ താമസിച്ചിരുന്ന ഷീല വർക്കി കോവിഡ് കാരണം മരിച്ചെന്നും പക്ഷെ മരിക്കുന്നതിന് മുൻപ് ഷീല കാളിദാസന് ഒരു ലെറ്റർ എഴുതി വെച്ചിരുന്നെന്നും പറയും. ആ ലെറ്റർ നിങ്ങളുടെ ഫ്ലാറ്റിന് മുമ്പിൽ ഞാൻ വെച്ചിട്ടുണ്ടെന്നും കർത്താവ് പറയും.
കാളിദാസൻ ഉടനെ തന്നെ ആ ലെറ്റർ എടുത്ത് ഓപ്പൺ ചെയ്ത് വായിക്കാൻ തുടങ്ങും. തോമസ് കുരുവിള വളരെ മോശമായ വ്യക്തിയാണ്. ശ്രീദേവിയെ അപ്രോച്ച് ചെയ്യാൻ തോമസ് പലതവണ ശ്രമിച്ചിരുന്നെന്നും അവരെ തോമസ് ശല്യപ്പെടുത്തിയിരുന്നെന്നും എന്നോടുള്ള റിലേഷൻ പോലെ തോമസ് ശ്രീദേവിയുമായി അടുക്കാൻ ശ്രമിച്ചിരുന്നെന്നും ഷീല ആ കത്തിൽ എഴുതിയിരുന്നു. പക്ഷേ അവരുടെ ആത്മഹത്യയിൽ തോമസിന് പങ്കുണ്ടോ എന്ന് തനിക്കറിയില്ലെന്നും അവർ ആത്മഹത്യ ചെയ്യുന്ന അന്ന് രാത്രിയിലും തോമസ് അവരുടെ ഫ്ളാറ്റിലെത്തി ശല്യപ്പെടുത്തിയിരുന്നെന്നും ഷീല ആ ലെറ്ററിൽ എഴുതിയിരുന്നു. ഉടനെ തന്നെ കാളിദാസൻ തോമസിന് കോൾ ചെയ്ത് ഷീല എഴുതിയ ആ ലെറ്ററിലെ കാര്യങ്ങളെല്ലാം പറഞ്ഞതിനു ശേഷം മര്യാദയ്ക്ക് സത്യം പറയുന്നതാണ് നിനക്ക് നല്ലതെന്ന് പറഞ്ഞ് തോമസിനെ വോൺ ചെയ്യും. ഞാനല്ല അവരുടെ മരണത്തിന് ഉത്തരവാദിയെന്നും ശ്രീദേവിയിൽ ഞാൻ അട്രാക്റ്റഡ് ആയിരുന്നു. ഞാൻ അവരെ ശല്യം ചെയ്തിട്ടുമുണ്ട്. പക്ഷെ അവരെ കൊന്നത് താനല്ലെന്നും തോമസ് പറയും. അവർ മരിക്കുന്നതിന് കുറച്ച് മണിക്കൂറുകൾക്ക് മുൻപ് ഞാൻ അവരുടെ ഫ്ളാറ്റിൽ ചെന്നിരുന്നു. പക്ഷേ ദേഷ്യപ്പെട്ടുകൊണ്ട് ശ്രീദേവി എന്നെ പുറത്താക്കിയെന്നും ആ സമയം ശ്രീദേവിക്കും മകൾക്കുമൊപ്പം മറ്റൊരു വ്യക്തി ഉണ്ടായിരുന്നെന്നും തോമസ് കാളിദാസനോട് പറയും. ആ വ്യക്തി ആരാണെന്ന് തനിക്ക് അറിയില്ലെങ്കിലും ചിലപ്പോൾ ആ വ്യക്തിയാകാൻ ശ്രീദേവിയുടെ മരണത്തിന് കാരണക്കാരനെന്നും തോമസ് പറയും. ഹീറോ ഉടനെ റിസപ്ഷനിൽ വന്ന് ശ്രീദേവിക്കൊപ്പം അന്ന് ആരെങ്കിലും അവിടെ വന്നിരുന്നോ എന്ന് ചെക്ക് ചെയ്യും. പക്ഷെ റെക്കോർഡ്സിൽ ആരും വന്നതായി കാണാത്തതിനാൽ കാളിദാസൻ ഉടനെ സെക്യൂരിറ്റിക്ക് കോൾ ചെയ്ത് ശ്രീദേവിയും മകളും മരിക്കുന്നതെന്ന് ആരെങ്കിലും അവിടെ വന്നിരുന്നോ എന്ന് ചോദിക്കും. അന്ന് അവരുടെ ഒപ്പം ഒരാൾ ഉണ്ടായിരുന്നെന്നും അവർ 3 പേരും ഒരുമിച്ചാണ് എത്തിയതെന്നും സെക്യൂരിറ്റി പറയും. അയാൾ ആരാണെന്ന് തനിക്കറിയില്ല. പക്ഷെ ഒരു കറുത്ത കളർ കാറിലാണ് അവർ 3 പേരും ആ ഫ്ളാറ്റിൽ എത്തിയതെന്നും സെക്യൂരിറ്റി കാളിദാസനോട് പറയും. ആ വ്യക്തി ആരാണെന്ന് അന്വേഷിക്കാൻ കാളിദാസൻ വിനോദിനോട് പറയും. വിനോദ് ഈ കാര്യങ്ങളെക്കുറിച്ച് ഡീറ്റെയിൽ അന്വേഷിച്ചതിന് ശേഷം കാളിദാസനെ വിളിക്കും. ശ്രീദേവിയെ പോസ്റ്റ്മോർട്ടം ചെയ്ത ആ സർജനെ ഞാൻ നേരിൽ കണ്ട് സംസാരിച്ചെങ്കിലും അയാൾ ഒരു കാര്യം തുറന്നു സംസാരിക്കാൻ തയ്യാറായില്ല. പക്ഷെ അയാൾക്ക് എന്തൊക്കെയോ അറിയാമെന്ന് ഞാൻ സംശയിക്കുന്നുവെന്നും വിനോദ് പറയും. കാളിദാസൻ വിനോദിൽ നിന്നും ആ സർജന്റെ ഫോൺ നമ്പറും അഡ്രസ്സും ചോദിച്ചു മേടിക്കും. അതിനുശേഷം കാളിദാസൻ ഹരിയെ വിളിച്ച് നീ ഒരിക്കൽ കൂടി എനിക്ക് വേണ്ടി ആ പഴയ ഹരീഫായി ആകണമെന്ന് പറയും. ഹരിയോട് ആ സർജന് അടുത്തുപോയി ശ്രീദേവിയുടെയും മകളെയും കുറിച്ച് അറിയാവുന്ന സത്യങ്ങൾ പറയിപ്പിക്കണമെന്നും കാളിദാസൻ പറയുന്നു. വീണ്ടും കാളിദാസന് വിനോദിൽ നിന്നും കോൾ വരും. ശ്രീദേവിയോടൊപ്പം വന്ന ആ അപരിചിത ബ്ലാക്ക് കളർ കാറിനെ കുറിച്ച് അറിവ് കിട്ടിയെന്നും ആ കാർ ശ്രീദേവി വർക്ക് ചെയ്യുന്ന കമ്പനിയുടെ ഓണറായിട്ടുള്ള വിനോയ് എന്ന വ്യക്തിയുടെയാണെന്നും വിനോദ് പറയും. ശ്രീദേവി മുൻപ് ജോലി ചെയ്തുകൊണ്ടിരുന്ന ഫിനാൻഷ്യൽ കമ്പനിയിൽ ശ്രീദേവി കാരണം കുറച്ച് ബാധ്യതകൾ ഉണ്ടായിരുന്നു. ആ ബാധ്യതകൾ പേടിച്ചാണ് ശ്രീദേവിയും മകളും ആ നാട് വിട്ടു പോകുന്നതും. ആ ബാധ്യതകളൊക്കെ തീർക്കാൻ ശ്രീദേവിയെ സഹായിച്ചത് ഈ വിനോയാണ്. വിനോയ് ഇടയ്ക്കിടയ്ക്ക് ശ്രീദേവിയുടെ ഫ്ളാറ്റിലെത്താറുണ്ട്. ശരിക്കും വിനോയെക്കുറിച്ച് കാളിദാസന് നേരത്തെ തന്നെ അറിവ് ലഭിച്ചിരുന്നു. അത് അനുവിന്റെ പിക്ചർ ബുക്കിൽ നിന്നാണ് വിനോയ് എന്ന പേര് കാളിദാസന് ലഭിക്കുക. ശ്രീദേവിയുടെ പോസ്റ്റ്മോർട്ടം ചെയ്ത സർജന്റെ അടുത്ത് നിന്നും ഹരി ഹീറോയ്ക്ക് കോൾ ചെയ്യും. വിനോയ് പറഞ്ഞതിനാലാണ് ശ്രീദേവിയുടെയും മകളുടെയും മരണം ആത്മഹത്യയാക്കി മാറ്റിയതെന്ന് സർജൻ സമ്മതിക്കും. ഹരിയോട് വിനോയെ കണ്ടെത്താനും അവനോട് ചോദിക്കേണ്ട രീതിയിൽ ചോദിച്ച് സത്യം മനസ്സിലാക്കാനും കാളിദാസൻ പറയും. ശ്രീദേവിയോടും മകൾ അനുവിനോടും വിനോയ് മോശമായി ബിഹേവ് ചെയ്യുവാൻ തുടങ്ങും. അത് സമ്മതിക്കാത്ത ശ്രീദേവിയെയും മകൾ അനുവിനെയും വിനോയ് തന്നെയാണ് കൊന്നതും. ആ കൊലപാതകങ്ങൾ തന്റെ സ്വാധീനം ഉപയോഗിച്ച് ആത്മഹത്യ മാറ്റിയതും വിനോയ് തന്നെയാണ്. ഈ സത്യങ്ങളൊക്കെ വിനോയ് പറഞ്ഞു കഴിഞ്ഞ ഉടനെ അവനെ കൊന്നു കളഞ്ഞേക്കാൻ കാളിദാസൻ പറയും. അവിടെ സീൻ കട്ട് ചെയ്ത നെക്സ്റ്റ് ഡേ മോർണിംഗിൽ വിനോയെ കൊന്ന കേസിൽ ഹരിയെ പോലീസ് പിടികൂടുകയും ഹരിയിൽ നിന്നും കാളിദാസനെ കുറിച്ച് മനസ്സിലാക്കുന്ന പോലീസ് കാളിദാസനെ അന്വേഷിക്കാൻ തുടങ്ങുന്നതായും ന്യൂസ് ചാനലുകളിൽ കാണിക്കും. ഈ ന്യൂസ് കാണുന്ന കാളിദാസൻ തെല്ലും ഭയം കൂടാതെ ചിരിക്കുന്നത് കാണിക്കുന്നു. ഉടനെ തന്നെ തന്റെ ഫോണും സിമ്മും ഒക്കെ കാളിദാസൻ നശിപ്പിച്ചു കളയും. കാളിദാസൻ എന്ന നമ്മുടെ ഹീറോയെക്കുറിച്ച് പോലീസ് അന്വേഷിച്ച് കണ്ടെത്തിയ കാര്യങ്ങളൊക്കെ ന്യൂസിൽ പറയുന്നത് കാണിക്കുന്നു. യമുനയെയും ഡോക്ടർ സൂസനെയും പോലീസ് ചോദ്യം ചെയ്ത് കാളിദാസനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കും. കാളിദാസന് ഒരു മെന്റൽ ഡിസോർഡർ ഉണ്ട്. ഈ രോഗമുള്ളവർ തങ്ങളുടെ തന്നെ ഒരു ഇമാജിനറി ലോകത്താകും ജീവിക്കുക. അവരുടെ മനസ്സിലുണ്ടാകുന്ന ഇമാജിനറി സ്റ്റോറികളെല്ലാം റിയൽ ആണെന്ന് തെറ്റിദ്ധരിച്ച് അതിനൊപ്പം ജീവിക്കാൻ തുടങ്ങും. കാളിദാസന്റെ രോഗമാണ് ഹീറോയെ ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നത്. ഇതിനു മുൻപും സമാനമായ രീതിയിൽ കാളിദാസൻ ധാരാളം കൊലപാതകങ്ങൾ ചെയ്തിട്ടുണ്ട്. മോട്ടിവേഷണൽ സ്പീക്കിലൂടെ ജയിലിൽ നിന്നും
നല്ലവരാക്കുന്ന ഗുണ്ടകളെ വെച്ചാണ് കാളിദാസൻ കൊലപാതകങ്ങൾ ചെയ്യിക്കുന്നത്. ഓരോ സ്ഥലത്തും കാളിദാസൻ പല പേരുകളിലാണ് അറിയപ്പെടുക. ഈ സമയം കൊണ്ട് തന്നെ കാളിദാസൻ ആ ഫ്ളാറ്റിൽ നിന്നും രക്ഷപ്പെട്ട് തന്റെ അടുത്ത ഏരിയയെ തേടി പോകുന്നത് കാണിക്കും. പോലീസ് ഹീറോ താമസിച്ചിരുന്ന ഫ്ളാറ്റിലെത്തുമ്പോൾ അവിടെ യാതൊരു തെളിവുകളുമില്ലാതെ ഹീറോ രക്ഷപ്പെട്ടിരുന്നു. യമുനയ്ക്ക് പോലും ഹീറോയുടെ ഭൂതകാലത്തെക്കുറിച്ച് ഒരറിവും ഉണ്ടായിരുന്നില്ല. എല്ലാവരാലും കുറച്ചു നാളത്തെ പരിചയം മാത്രമേ കാളിദാസന് ഉണ്ടായിരുന്നുള്ളൂ. ഈ സമയം കാളിദാസനെ കാണിക്കുമ്പോൾ ഉണ്ണികൃഷ്ണൻ എന്ന മറ്റൊരു വ്യക്തിയായി കാളിദാസൻ തമിഴ്നാട്ടിലേക്ക് പോകുന്നത് കാണിക്കും. ഹീറോയുടെ അടുത്ത ഒരു ന്യൂസ് പേപ്പർ കട്ടിങ്സിൽ ഒരു അധ്യാപികയുടെ കൊലപാതകത്തിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് വെച്ചിരിക്കുന്നത് കാണിക്കും. അതായത് കാളിദാസന്റെ അടുത്ത ഉന്നം ആ അധ്യാപികയുടെ മരണമാണെന്നും അത് കൊലപാതകമാണെങ്കിൽ ആ കൊലപാതകികളെയും കാളിദാസൻ മറ്റ് ആളുകളെ വെച്ച് കൊന്നിരിക്കും. മെന്റൽ ഡിസോർഡർ എന്ന രോഗത്തിന് കാളിദാസൻ അടിമയാണെങ്കിലും തെറ്റ് ചെയ്യുന്നവരെ മാത്രമാണ് ഹീറോ കൊല്ലുന്നത്. അടുത്ത ഇരയ്ക്കായുള്ള വെയിറ്റിംഗിലാണ് നമ്മുടെ ഹീറോ എന്ന് കാണിച്ച് ഈ മൂവിയും അവസാനിക്കും. വീണ്ടും മറ്റൊരു കഥയുമായി കാണാം. അതുവരെ ടാറ്റാ.